ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഡിസംബർ 28 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, 2024 ഡിസംബറിൽ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. 2024 ഡിസംബറിൽ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് കെ ഷാജു ആണ്. കെ ഷാജു. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ അംഗീകാരം 2024 ലഭിച്ചത്. അത് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ അംഗീകാരം 2024 ലഭിച്ചത് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ്. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ അന്തരിച്ച US മുൻ പ്രസിഡൻറ്റും നൊബേൽ പുരസ്കാര ജേതാവുമായ വ്യക്തി. അത് ജിമ്മി കാർട്ടറാണ്. 2024 ഡിസംബറിൽ അന്തരിച്ച US മുൻ പ്രസിഡൻറ്റും നൊബേൽ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് ജിമ്മി കാർട്ടർ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി നേടുന്ന റെക്കോർഡിനൊപ്പമെത്തിയ ഇന്ത്യൻ താരം ആരാണ്? റിച്ച ഘോഷാണ്. അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി നേടുന്ന റെക്കോർഡിനൊപ്പമെത്തിയ ഇന്ത്യൻ താരം റിച്ച ഘോഷാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ അമേരിക്കയുടെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ചത് കടൽപ്പരുന്തിനെയാണ് കേട്ടോ. അടുത്തിടെ അമേരിക്കയുടെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ചത് കടൽപ്പരുന്താണ്. കടൽപ്പരുന്ത്. അടുത്ത ചോദ്യം, 2024 ബഹ്റൈൻ്റെ ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ ലഭിച്ച പ്രവാസി മലയാളിയായിട്ടുള്ള വ്യക്തി ആരാണ്? രവി പിള്ളയാണ്. 2024 ബഹ്റൈൻ്റെ ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ ലഭിച്ച പ്രവാസിയായിട്ടുള്ള മലയാളിയാണ് രവി പിള്ള. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്താണ് ജവാർ ഇൻ്റർനാഷണൽ എയർപോർട്ട് നിലവിൽ വരുന്നത്? ഏത് സംസ്ഥാനത്താണ് ജവാർ ഇൻ്റർനാഷണൽ എയർപോർട്ട് നിലവിൽ വരുന്നത് ചോദിച്ചാൽ ഉത്തരം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലാണ് ജവാർ ഇൻ്റർനാഷണൽ എയർപോർട്ട് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, 2025 അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരം ആരാണ്? 2025 അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരമാണ് VJ ജോഷിത. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ ഡിങ്ക രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? 2024 ഡിസംബറിൽ ഡിങ്ക രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഉഗാണ്ടയാണ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറിയായ വണ്ടർ ബോക്സ് നിലവിൽ വന്നത് എവിടെയാണ്? ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറിയായ വണ്ടർ ബോക്സ് നിലവിൽ വന്നത് കാര്യാട്ടുകരയാണ്. തൃശ്ശൂരിലെ കാര്യാട്ടുകരയിലാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറിയായ വണ്ടർ ബോക്സ് നിലവിൽ വന്നത്. താങ്ക് യു.